നമസ്കാരം. വാർത്തകൾ വിൽക്കുന്ന ചന്തയിൽ സത്യം വിലപേശി തോൽക്കുന്നു. നുണകൾക്ക് പൊന്നിൻ തിളക്കം, ഇവിടെ വെളിച്ചം ഇരുളായി മാറുന്നു. ചിലതൊക്കെ കാണുമ്പോൾ, ചില മാധ്യമ പ്രവർത്തനത്തിന്റെ അധാർമികതയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ രണ്ടുപേരി പാടാതിരിക്കാൻ കഴിയില്ല. വ്യാജ വാർത്ത കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന മാധ്യമ ഓഫീസുകളിലൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു സത്യകത നിങ്ങൾക്ക് കാണണ്ടേ. ഈ മനോരോഗം ബാധിച്ച, ഇടത് വിരുദ്ധത ബാധിച്ചിട്ടുള്ള പല ചാനലുകളിലും ഒക്കെ ഇത് എങ്ങനെയാണ് വാർത്ത മെനഞ്ഞെടുക്കുന്നത്. അതെ, ഇന്നിപ്പോ വാർത്തയൊന്നും ഇല്ലല്ലേ, ഒരു കാര്യം ചെയ്യാം. LDF തോറ്റു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്തു. എന്താണ്, ഇലക്ഷൻ കഴിഞ്ഞില്ലേ എന്നോ? അതൊന്നും കുഴപ്പമില്ല, കൊടുത്തോ. പിന്നെ പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കൂടി കൊടുത്തു കേട്ടോ. എന്താണ്, പ്രതിപക്ഷ നേതാവായില്ലേ എന്നോ? അതൊന്നും പ്രശ്നമുള്ള കേസൊന്നുമല്ല, അതും കൊടുത്തേക്ക്. പിന്നെ ഞാനും പിണറായിയും അല്ലാതെ വേറെ ആര് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു വാർത്ത കൂടിയും കൊടുത്തോ. ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്താണ്, ഇതൊക്കെ പിടിക്കപ്പെടില്ല എന്നോ? കുഴപ്പമില്ല, നമ്മുടെ നെഗറ്റീവ് വാർത്തകൾ അതിനേക്കാൾ കൂടുതൽ അങ്ങ് പൊക്കോളൂ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി വലിയ രീതിയിൽ തന്നെ അറിയാലോ പല രീതിയിൽ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ സന്തോഷം കിട്ടുന്നേ. അപ്പൊ നടക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ നമ്മുടെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മാൽക്കം എക്സും മാർക്ക് ട്വെയിനും ഒക്കെ പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം. മാൽക്കം എക്സ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാധ്യമങ്ങൾ നിങ്ങളെ ഇരകളെ വെറുക്കാനും വേട്ടക്കാരെ സ്നേഹിക്കാനും പഠിപ്പിക്കുമെന്നാണ്. മാർക്ക് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പത്രം വായിച്ചില്ലെങ്കിൽ വിവരമില്ലാത്തവനാകും, പത്രം വായിച്ചാലോ തെറ്റായ വിവരങ്ങൾ ഉള്ളവനാകും എന്നാണ് പറഞ്ഞത്. രണ്ടും ഇന്നത്തെ സമകാലിക മാധ്യമ പ്രവർത്തനത്തിൽ അച്ചിട്ടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇടതുപക്ഷ വിരുദ്ധരെ സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള വിഷം ചീറ്റുന്ന മാധ്യമങ്ങളെ പൂട്ടാൻ CPM കളത്തിലിറങ്ങിയിരിക്കുന്നു. ആദ്യ ലോട്ടറി അടിച്ചിട്ടുള്ളത് മനോരമയ്ക്കാണ്. രണ്ടാമത്തെ ലോട്ടറി നമ്മുടെ അറിയാമല്ലോ, ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്കും കൊടുക്കുന്ന കാഴ്ച കണ്ടു. മനോരമയ്ക്കെതിരെ, മനോരമ വ്യാജ വാർത്തക്കെതിരെ CPM എന്തായാലും നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ CPM-ന്റെ ആ ഒരു പ്രസ്താവന വായിക്കാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയും പാർട്ടി നേതൃത്വത്തെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമ പത്രത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട്. വാർത്ത പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ ക്രിമിനൽ നിയമപ്രകാരം കോടതിയെ സമീപിക്കുമെന്ന് കാണിച്ച് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചു. 2026 ജൂൺ 14 മലയാള മനോരമ ദിനപത്രത്തിന്റെ 7-ാം പേജിൽ പ്രസിദ്ധീകരിച്ച നേതൃത്വത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഗോവിന്ദൻ, തന്നെയും പിണറായിയെയും മാറ്റിക്കളയാം എന്നതെല്ലാം വ്യാമോഹം എന്ന തലക്കെട്ടിൽ വന്ന വാർത്ത പൂർണ്ണമായും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. പാർട്ടിയെയും തന്നെയും പൊതുജനങ്ങൾക്കിടയിൽ മോശമായി ചിത്രീകരിക്കാൻ ബോധപൂർവം ചമച്ചതാണ് ഈ വാർത്തയെന്നും നോട്ടീസിലുണ്ട്. നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം ഇതേ പ്രാധാന്യത്തോടെ പത്രത്തിൽ നിരുപാധികം ക്ഷമാപണം പ്രസിദ്ധീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കൂടാതെ മനോരമയുടെ ഓൺലൈൻ പതിപ്പുകളിൽ നിന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും വാർത്ത അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കാത്ത പക്ഷം ശക്തമായ അപകീർത്തി കേസുകളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുന്നറിയിപ്പ്. മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു, എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സുജിത് നായർ എന്നിവർക്കെതിരെ അഡ്വക്കേറ്റ് പള്ളിച്ചൽ SK പ്രമോദ് മുഖേനയാണ് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ നിരന്തരം പ്രചരിപ്പിച്ച ഒരു വൃത്തികെട്ട ഒരു പേപ്പറായിരുന്നു മലയാള മനോരമ. സത്യം പറഞ്ഞാൽ മലയാള മനോരമ വായിക്കാൻ ആരെയും സജസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം നിരന്തരം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചും ഈ നാടിന് ഗുണപരമാകുന്ന എല്ലാ പദ്ധതികളെയും വലിയ രീതിയിൽ തന്നെ മുടക്കുന്നതിന് വേണ്ടി ചില കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ പ്രചരിപ്പിച്ച് മാധ്യമ രംഗത്തിന് തന്നെ വലിയ നാണക്കേടായി മാറിയ ഒരു പത്രമാണ് മലയാള മനോരമ. എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. UDF ഭരിക്കുമ്പോൾ വൈറ്റ് വാഷ് അടിക്കാനും എല്ലാ തെമ്മാടിത്തരത്തിനും വെള്ളം പൂശാനും ഒക്കെ ഒരു നാണോ ഉളുപ്പില്ലാത്ത പത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു നിഷ്പക്ഷത എന്ന് പറയുന്നതിന്റെ ഒരു കണിക പോലും മനോരമയ്ക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയും മേടിച്ചു കൂട്ടിയല്ലോ. ഗണേഷ് കുമാർ ബസ് മേടിച്ചാൽ തട്ടിപ്പ് നടത്തി കുറെ പൈസയൊക്കെ മുക്കി എന്ന രീതിയിലൊക്കെ ഒരു വ്യാജനടിച്ച് അവസാനം മാതൃഭൂമി ഇങ്ങനെ ഗണേഷ് കുമാർ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോ നിരന്തരം വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകളെയൊക്കെ എന്തായാലും ഈ രീതിയിൽ നേരിടുന്നത് എന്തുകൊണ്ട് നന്നായി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് അത് ചെറുതൊന്നുമല്ല. മലയാള മനോരമ പോലുള്ള ഒരു മാധ്യമത്തിന്
സ്വാഭാവികമായി ഇവിടെയുള്ള സർക്കുലേഷൻ എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്തത് എന്താണ്? ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും മന്ത്രിമാരുടെ പ്രതിച്ഛായ തകർത്തുമൊക്കെയാണ് കഴിഞ്ഞ ടേമില് പ്രതിപക്ഷത്തിരുന്ന UDF സഹായിച്ചിരുന്നത്. ഇപ്പൊ എന്താണ് കാണുന്നത്? ഇപ്പൊ മാധ്യമം മുഴുവൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് UDF വെള്ളം പൂശുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും UDF വിമർശിക്കുന്നില്ല. ജനക്ഷേമ പദ്ധതികൾ പലതും ഈ സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ സർക്കാരിനെതിരെ ഒരു വിമർശനവും മലയാള മനോരമയ്ക്കില്ല കേട്ടോ. മാത്രവുമല്ല, അന്തിച്ചർച്ചകൾ പോലും ഈ സർക്കാരിനെതിരെ നടത്തുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണാതെ പോകരുത്. കണ്ട വ്യാജ വാർത്ത രാവിലെ പ്രചരിപ്പിച്ച് ആ വാർത്ത ഊതിക്കത്തിച്ച് രാത്രി അന്തിച്ചർച്ച നടത്തിയിരുന്ന മനോരമ വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ മുന്നിൽ കാണുമ്പോഴും ഈയപ്പെട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. എന്തായാലും CPM സ്വീകരിച്ചിട്ടുള്ള നിലപാട് വളരെ വളരെ മികച്ചതാണ്. കഴിഞ്ഞ ടേമിലൊക്കെ ഭരിക്കുന്ന സമയത്തൊക്കെ ഞാനടക്കം പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വ്യാജ വാർത്ത വന്നാൽ തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കണമെന്ന്. നിയമ നടപടി സ്വീകരിക്കാൻ വൈകും തോറും ജനങ്ങൾ ഇത് സത്യമാണെന്ന് കരുതും. പിന്നീട് സത്യം ചൊരിപ്പെട്ട് വരുമ്പോഴത്തേക്കും ഈ നുണ മുഴുവൻ എല്ലാവരും വിശ്വസിച്ച് കാണും എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ടേമിലെ LDF സർക്കാരിന് സംഭവിച്ചതും അത് തന്നെയാണ്. നിരന്തരം വ്യാജ വാർത്തകൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ വലിയ വീഴ്ച ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. തങ്ങൾ എന്ത് ചെയ്താലും തങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള നിയമ നടപടിയും സ്വീകരിക്കില്ല എന്ന ദാർഢ്യമായിരുന്നു മാധ്യമങ്ങളെ കൊണ്ട് ഇടത് വിരുദ്ധ വാർത്തകൾ ചെയ്യാൻ ഏറെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഒരുപാട് അഴിഞ്ഞാടി എന്നുള്ളതാണ്. മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ ജനം വിശ്വസിക്കില്ല എന്ന ഇടതുപക്ഷത്തിന്റെ ഓവർ കോൺഫിഡൻസ് പക്ഷേ ഇടതുപക്ഷത്തെ ചതിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ടേമിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഒക്കെ മനോരമയിൽ അടക്കം ഒരു വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. ആ വ്യാജ വാർത്തയുടെ ഉള്ളടക്കം ഒന്നല്ലെങ്കിൽ CPM BJP ഡീൽ എന്നുള്ളതാകും. അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്തരം വാർത്തകൾ വലിയ ക്ഷീണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഓരോ വ്യാജ വാർത്തകൾ വരുമ്പോഴും ഓരോ കുത്തിത്തിരിപ്പ് വാർത്തകൾ വരുമ്പോഴും വ്യക്തമായ നിലപാട് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ ഈ CPM കഴിഞ്ഞ ടേമില് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അത് വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ അടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അത് സംഭവിക്കരുത്. കാരണം ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഭരണപക്ഷത്തിരുന്ന LDF പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്ന UDF ഭരണപക്ഷത്താണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ നിർജീവമായിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, മാധ്യമങ്ങളുടെ പിന്തുണയിൽ മാത്രമാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പതിയെ മാറിയാൽ VD സതീശൻ സർക്കാർ നിലം പതിക്കും, നിലം പരിശാകും. പക്ഷേ ഇവിടെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാധ്യമങ്ങളുടെ പിന്തുണ പ്രതിപക്ഷത്തിന് ആവശ്യമാണ്. എക്കാലത്തും മാധ്യമങ്ങളുടെ പിന്തുണ എല്ലാ പ്രതിപക്ഷത്തിനും ആവശ്യമാണ്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാകണം സർക്കാരിനെതിരെ പോരാട്ടങ്ങൾ നയിക്കേണ്ടത്. ഒപ്പം നിരവധി ആയിട്ടുള്ള അനവധി ഒരുപാട് ഇവിടെ പല ചാനലുകളുമുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്, വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ചാനലുകളുണ്ട്. ആ ചാനലുകളുടെ എല്ലാം പിന്തുണ പ്രതിപക്ഷം എന്തായാലും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം മാധ്യമങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്നതിലാണെങ്കിലും ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുന്നതിലാണെങ്കിലും ഒക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ യൂട്യൂബ് ചാനലുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പാർട്ടി ചാനലുകൾ കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമം നടത്തുക, കൈരളി പോലുള്ള മാധ്യമങ്ങൾ കുറച്ചുകൂടി ശക്തമായി ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഓരോ പോരാട്ടങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നല്ല പങ്കുവഹിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് മൊത്തത്തിൽ അടിപൊളിയായി പ്രതിരോധിച്ച് പാർട്ടി മുന്നേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സർക്കാരിനെ ഗംഭീരമായി നിലംപരിശാക്കാൻ കഴിയും. സർക്കാരിന്റെ കാപട്യങ്ങളും ഉടായ്പകളും തുറന്നു കാട്ടാൻ കഴിയും. അത് പ്രതിപക്ഷത്തിന് നൽകാൻ പോകുന്ന ഒരു ശക്തി ചെറുതൊന്നുമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.